واغفر لنا ما مضى مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഇവിടെ ഒന്നിച്ചു കൂടിയതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു കൂടുമാറാകട്ടെ. ആരെയും പ്രയാസപ്പെടുത്തുകയില്ല. അല്പം കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ലോകത്തിന്റെ പ്രവാചകനും മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതുപോലെ അല്ലാഹു പരിശുദ്ധമാകപ്പെട്ട അവന്റെ ഖുർആനിൽ പറയുകയാണ്, ശഹ്റു റമളാനല്ലസീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതേ, ആ ഖുർആൻ ഇറക്കിയ മാസമാണ്, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ്. അവിടുന്ന് ധാരാളം ഖുർആനുകൾ ഓതണേ. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു മനുഷ്യനുണ്ടല്ലോ നോമ്പ് പിടിച്ച് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അസർ നിസ്കരിക്കാൻ പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഓരോ നിങ്ങളും ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, ആ നിസ്കരിക്കാൻ പോകുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ ഞങ്ങൾക്ക് വിവാഹം ചെയ്തു തരണേ, വിവാഹം ചെയ്തു തരണേ എന്ന് ദുആ ചെയ്യുകയാണ്. നോമ്പ് നോക്കിയവര് എത്ര ഭാഗ്യമുള്ളവരാണ്. ആരാണ് ദുആ ചെയ്യുന്നത്? ഈ നാട്ടിൽ കാണുന്ന സ്ത്രീകളല്ല, സ്വർഗത്തിലെ സ്ത്രീകളായ ഹുറൈനികളായ സ്ത്രീകളാണ്, സ്ത്രീകളാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ആ നിസ്കരിക്കാൻ പോകുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ ഞങ്ങൾക്ക് വിവാഹം ചെയ്തു തരണേ, വിവാഹം ചെയ്തു തരണേ എന്ന് ദുആ ചെയ്യുമ്പോൾ എത്ര ഭാഗ്യവാന്മാരാണ് നോമ്പ് നോക്കിയവര്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഇതൊരു കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. ആ മനുഷ്യൻ ഹൈന്ദവനായ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മകനും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ മനുഷ്യന്റെ മകനുണ്ടല്ലോ, റബ്ബാ, എനിക്ക് വല്ലാത്ത വിഷമിക്കും, എനിക്ക് വല്ലാത്ത പൈക്കുകയാണ്, വിഷമിക്കുന്നുണ്ട്. അവിടുന്ന് ആ മനുഷ്യന്റെ മകനോട് അദ്ദേഹം പറയുന്നു, മോനെ, ഇത് പവിത്രമാകപ്പെട്ട റമളാൻ മാസമാണ്. മുസ്ലിമീങ്ങൾ ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കുന്ന മാസമാണ്, മാസമാണ്. അതുകൊണ്ട് അവരുടെ മുമ്പില് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹൈന്ദവനായ മനുഷ്യൻ പറയുമ്പോൾ ഇന്നത്ര ആളുകളാണ് നോമ്പ് ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ നോമ്പ് നോക്കാൻ അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ഞങ്ങളെ എല്ലാ ആഫത്ത് അടങ്ങിയവരിൽ നിന്ന് കാത്തു സലാമത്താക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഗൾഫ് സഹോദരന്മാർക്ക് അല്ലാഹുവേ, ബദർ ശുഹദാക്കളെ ബർക്കത്തുകൊണ്ട് ലോകത്തിലുള്ള സർവ്വ ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ, അവർക്ക് ശാന്തിയും സമാധാനം നൽകണേ അല്ലാഹ്, ശാന്തിയും സമാധാനം നൽകണേ അല്ലാഹ്, ആഫിയത്ത് ആരോഗ്യം നൽകണം റഹ്മാനെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب.
آمين آمين برحمتك يا أرحم الراحمين. وصية بالدعاء بفضل صلى الله عليه وسلم.